ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ട്രെഫൻ എന്നുള്ള ജർമ്മൻ വെർബാണ്. ട്രെഫൻ എന്നുള്ള വെർബിൻ്റെ അർത്ഥം കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ യാദൃശ്ചികമായിട്ട് എൻ്റെ പഴയ ടീച്ചറിനെ കണ്ടുമുട്ടി. ഗെസ്റ്റൻ ഹാബെ ഇഷ് zufällig meinen alten Lehrer getroffen. സിഷ് ട്രെഫൻ എന്ന് പറഞ്ഞാൽ അതൊരു റിഫ്ലെക്സീവസ് വെർബാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ച് കണ്ടുമുട്ടുന്നതിനെയാണ് സിഷ് ട്രെഫൻ എന്ന് പറയുന്നത്. നാളെ വൈകിട്ട് 6 മണിക്ക് ഞങ്ങൾ മാർക്കറ്റിൽ കണ്ടുമുട്ടുന്നുണ്ട്. Wir treffen uns morgen um 18 Uhr am Markt. ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കാപ്പി കുടിക്കാനായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. Ich treffe mich heute mit Freunden zum Kaffee. ട്രെഫൻ എന്നുള്ള വാക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഫീൽ ചെയ്തു, നമ്മളത് സ്പർശിച്ചു, നമുക്കത് വേദനിച്ചു എന്ന് പറയുന്നതിനും ഉപയോഗിക്കും. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ തലയിൽ വന്ന് വീണു അല്ലെങ്കിൽ ടച്ച് ചെയ്തു എന്നുള്ളതിനും ട്രെഫൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പന്ത് അവൻ്റെ തലയിൽ കൊണ്ടു എന്ന് പറയുന്നതിന് ഡെയർ ബാൾ ഹാർട്ട് ഇൻ അം കോപ്ഫ് ഗെത്രോഫൻ. നിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ സ്പർശിച്ചു. ദൈന വോർട്ട് ഹാബൻ മിഷ് ടീഫ് ഗെത്രോഫൻ. എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനത്തിലെത്തുക എന്നുള്ളതിനും ട്രെഫൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വെക്കേഷനെ പറ്റിയുള്ള ഒരു തീരുമാനത്തിൽ ഉടനെ എത്തണം. Wir müssen bald eine Entscheidung über den Urlaub treffen. Zu treffen എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറയുമ്പോൾ അത് പറഞ്ഞത് വളരെ ശരിയാണ്, അത് ശരിക്കും ചേരും എന്നുള്ളത് പറയാനായിട്ട് zu treffen എന്നാ പറയുക. അപ്പം നമുക്ക് ഉദാഹരണം നോക്കാം. അവനെ പറ്റിയുള്ള വിവരണം ശരിക്കും അവന് ചേരും എന്ന് പറയുന്നതിന് die Beschreibung trifft genau auf ihn zu. ഈ നിയമം എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കേസുകളിലും ശരിയല്ല. Diese Regel trifft nicht auf alle Fälle zu. നമ്മൾ പരീക്ഷയ്ക്ക് കുറേ ഓപ്ഷൻസ് ആൻസേഴ്സ് ആയിട്ട് തന്നിട്ട് ഏത് ഉത്തരവാണ് ശരിയായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത് welche der Antworten trifft zu. നീ ആ പറയുന്ന കാര്യം ഒട്ടും ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത് das was du da sagst trifft überhaupt nicht zu. നിന്റെ അനുമാനം വളരെ ശരിയായിരുന്നു. deine Vermutung trifft zu. നീ പറഞ്ഞത് 100% ശരിയാണ്. deine Aussage trifft zu 100% zu. eintreffen എന്നുള്ളതിൻ്റെ അർത്ഥം എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പോസ്റ്റോ അല്ലെങ്കിൽ പാഴ്സലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇന്ന സമയത്ത് വരും, അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർ എത്തിച്ചേർന്നു അല്ലെങ്കിൽ കത്ത് സമയത്തിന് എത്തിച്ചേർന്നു. അപ്പോൾ ആ ഒരു സമയത്തെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കാര്യത്തെ പറയുന്നതിനാണ് eintreffen എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിൻ കറക്റ്റ് സമയത്ത് എത്തിച്ചേർന്നു എന്നുള്ളതിന് നമ്മൾ പറയുന്നത് der Zug ist pünktlich eingetroffen. നമ്മുടെ ഗസ്റ്റ് വരാനിരുന്നത് അവർ ഓൾറെഡി എത്തിച്ചേർന്നു എന്ന് നമ്മൾ പറയുന്നത് die Gäste sind bereits eingetroffen. ഇനി antreffen എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നോക്കാം. antreffen എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടുമുട്ടുക എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ ആ കാണുന്ന സ്ഥലത്തെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ഒരാളെ കാണുന്നു, ആ ആളെ നമ്മൾ എവിടെ വെച്ചാണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് എൻകൗണ്ടർ ചെയ്യുന്നത്. ഞാൻ അവനെ അവൻ്റെ വീട്ടിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്ന് പറയുന്നത് ich habe ihn zu Hause angetroffen. അവൾ ജീവനില്ലാത്ത അവസ്ഥയിൽ അവളുടെ വീട്ടിൽ കണ്ടെത്തി എന്ന് പറയുന്നത് sie wurde in ihrer Wohnung leblos angetroffen. betreffen എന്നുള്ള വെർബിൻ്റെ അർത്ഥം ബാധകമാവുക അല്ലെങ്കിൽ ബാധിക്കുക എന്നാണ്. ആ പ്രശ്നം ഞങ്ങളെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പ്രശ്നം ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ് എന്ന് നമ്മൾ എങ്ങനെ പറയുക? das Problem betrifft uns alle. ഈ തീരുമാനം എൻ്റെ ഭാവിയെ ബാധിക്കുന്നതാണ് എന്നെങ്ങനെ പറയുക? diese Entscheidung betrifft meine Zukunft. കുറേ ജോലിക്കാർക്ക് ഇപ്പോൾ ഹോം ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനും അത് ബാധകമാണ്.
viele Mitarbeiter können in Homeoffice arbeiten. Das betrifft auch unsere Abteilung. ഇനി übertreffen എന്നുള്ള വാക്ക്. übertreffen എന്ന് പറഞ്ഞാൽ മറികടക്കുക, തോൽപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അത് എല്ലാത്തിനെയും മറികടക്കുന്ന പെർഫോമൻസ് ആയിരുന്നു, അല്ലെങ്കിൽ പ്രകടനമായിരുന്നു. അവൻ്റെ പ്രകടനം എല്ലാ പ്രതീക്ഷകളെയും മറികടക്കുന്നതായിരുന്നു എന്ന് പറയുന്നതിന് seine Leistung hat alle Erwartungen übertroffen. Thank you.